हमें अपनी जरूरत का पेट्रोल, डीजल, गैस, ये सब बहुत बड़ी मात्रा में दुनिया के दूसरे देशों से बाहर से मंगाना पड़ा। साथियों, हमें पेट्रोल डीजल का उपयोग कम करना, ऑनलाइन कॉन्फ्रेंसिंग, वर्चुअल मीटिंग, इनको हमें फिर से प्राथमिकता देनी है। हमें तय करना होगा कि जब ये संकट का काल है और हमारी देशभक्ति हमें ललकार रही है, तो कम से कम 1 साल के लिए हमें विदेशों में जाने की बातों को टालना चाहिए। आज दान की जरूरत नहीं है, लेकिन देश हित में हमको ये तय करना पड़ेगा कि साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे। ഒരു വർഷത്തേക്ക് രാജ്യത്തെ പൗരന്മാർ സ്വർണം വാങ്ങരുത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യക്കാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെയൊരു ആഹ്വാനം നടത്തുമ്പോൾ അതിനു പിന്നിൽ ഒരു സാമ്പത്തിക യുദ്ധത്തിന്റെ കഥയുണ്ട്. രാജ്യം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പോവുകയാണോ എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം സംരക്ഷിക്കാനുള്ള ഒരു വിപ്ലവകരമായ നീക്കമാണ്. എന്തുകൊണ്ടാണ് ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത്? ഇത് നമ്മുടെ പോക്കറ്റിനെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കും? ഇതാണ് ഇന്ന് മൈഫിറ്റ് എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധവും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതുമാണ് ഇവിടുത്തെ വില്ലന്മാർ. ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 85% ഇറക്കുമതി ചെയ്യുകയാണ്. എണ്ണയ്ക്കായി കോടിക്കണക്കിന് ഡോളർ ചെലവാക്കുമ്പോൾ മറ്റൊരു വശത്ത് അത്യാവശ്യമല്ലാത്ത സ്വർണ്ണ ഇറക്കുമതിക്കായി നമ്മുടെ ഡോളർ ശേഖരം ചോരുന്നുണ്ട്. അതായത് ഓരോ ദിവസവും ഇന്ത്യക്കാർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. സ്വർണം വാങ്ങാൻ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറാണ് നൽകേണ്ടത്. ഇത്തരത്തിൽ വൻതോതിൽ ഡോളർ വിദേശത്തേക്ക് ഒഴുകുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകുന്നു. ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കും. ഒപ്പം രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പെട്രോൾ, ഡീസൽ തുടങ്ങി എല്ലാ ഇറക്കുമതി സാധനങ്ങൾക്കും വില കൂടും. രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് ഇത് കാരണമാകും. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇരട്ടി പ്രഹരമേൽപ്പിക്കും. അതിനാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൽ പ്രധാന പങ്കുവഹിക്കുന്ന സ്വർണത്തിന്റെ ഉപഭോഗം കുറയ്ക്കണം. ഇതുവഴി വിദേശ നാണ്യമായ ഡോളർ പുറത്തേക്ക് ഒഴുകുന്നത് നിയന്ത്രിക്കാം. അങ്ങനെ രൂപയുടെ മൂല്യം ശക്തിപ്പെടുത്താൻ സാധിക്കും. രൂപ സ്ഥിരത കൈവരിക്കുന്നതോടെ ഇറക്കുമതി ചെലവ് കുറയുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനത്തിന്റെ സാരം. മറ്റൊരു പ്രധാന വസ്തുത സേവിങ്സ് ഡൈവേർഷനാണ്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ സ്വർണം വാങ്ങി ലോക്കറിൽ വെക്കുമ്പോൾ ആ പണം അവിടെ വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേ പണം നിങ്ങൾ ഒരു ബാങ്കിലോ ഓഹരി വിപണിയിലോ നിക്ഷേപിച്ചാൽ ബാങ്കുകൾ ആ പണം ബിസിനസ്സുകൾക്കോ അല്ലെങ്കിൽ പുതിയ ഫാക്ടറികൾ തുടങ്ങാനോ ലോണായി നൽകും. ഇത് രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും റോഡുകളും പാലങ്ങളും പോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കും സഹായിക്കും. ഇങ്ങനെ ഉൽപാദനക്ഷമമായ മേഖലകളിലേക്ക് പണം ഒഴുകുന്നത് രാജ്യത്തിന്റെ GDP വളർച്ചയ്ക്ക് 0.5 മുതൽ 1% വരെ കരുത്തു പകരുമെന്നാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. വിവാഹങ്ങളും ഉത്സവങ്ങളും സ്വർണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയിൽ ഈ ആഹ്വാനം എത്രത്തോളം പ്രായോഗികമാകുമെന്നത് വലിയ ചോദ്യമാണ്. ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് പകരം കുറച്ചു കാലത്തേക്ക്, അതായത് ഒരു വർഷത്തേക്ക് മാറ്റിവെക്കാൻ മാത്രമേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ എന്നത് നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ്. ഇക്കാര്യം തന്നെയാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നത്. എങ്കിലും സർക്കാരിന്റെ ഈ മുന്നറിയിപ്പ് ഒരു നയപരമായ മാറ്റത്തിന്റെ സൂചനയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ വലിയ ആശങ്കയുണ്ടായത് ജ്വല്ലറി ഓഹരികളിൽ നിക്ഷേപിച്ചവർക്കാണ്. ടൈറ്റൻ, സെൻകോ, കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയ ഓഹരികളിലൊക്കെ ഇന്ന് വലിയ ഇടിവാണ് നേരിട്ടതും. ആവശ്യം കുറയുമെന്ന ഭയമാണ്, അതായത് സ്വർണത്തിന്റെ ആവശ്യം കുറയുമെന്ന ഭയമാണ് നിക്ഷേപകരെ ഈ ഓഹരികൾ വിറ്റഴിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണത്തോടുള്ള താല്പര്യം കുറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഓഹരി വിപണിക്ക് ഗുണം ചെയ്യും എന്നതാണ്. സ്വർണം ഇറക്കുമതി കുറയുമ്പോൾ രൂപയുടെ മൂല്യം വർദ്ധിക്കും, പണപ്പെരുപ്പം കുറയുകയും ചെയ്യും. ഇതുവഴി റിസർവ് ബാങ്കിന് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധിക്കും. ഇത് കമ്പനികളുടെ ലാഭം കൂട്ടുന്നതിനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും സഹായിക്കും. ഈ മാറ്റം ടൈറ്റൻ, കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയ സ്വർണ്ണാഭരണ വിപണിയിലെ മുൻനിര കമ്പനികൾക്ക് വരുമാനത്തിൽ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഒരു വർഷത്തേക്കുള്ള നീക്കമാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ അത് അത്രയ്ക്ക് ബാധിക്കില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. സ്വർണം മാത്രമല്ല ഇന്ത്യയുടെ പണം ചോർത്തുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ 77,500 കോടി ഡോളറിന്റെ ഇറക്കുമതിയിൽ സിംഹഭാഗവും ക്രൂഡ് ഓയിൽ, സ്വർണം, ഭക്ഷ്യ എണ്ണ എന്നിവയ്ക്കായിരുന്നു. ഇന്ധനത്തിനായി 13,470 കോടി ഡോളർ ചെലവിടുമ്പോൾ സ്വർണത്തിനായി മാത്രം നമ്മൾ നൽകിയത് 7,200 കോടി ഡോളറാണ്. വളം ഇറക്കുമതി ചെലവാകട്ടെ 77% വർദ്ധിച്ചത്. ഈ വിദേശ നാണ്യ ചോർച്ച തടയാനാണ് ഇലക്ട്രിക് വാഹനങ്ങളും മെട്രോയും ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഈ നിയന്ത്രണം ഒരു വ്യക്തിഗതമായ തീരുമാനം എന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെ ഭാഗമായി മാറിയിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സ്വർണത്തിന് പിന്നാലെ പോകാതെ രാജ്യം ഒരു ഉൽപാദനക്ഷമമായ സമ്പദ് വ്യവസ്ഥയായി മാറുന്നത് ഓഹരി വിപണിക്ക് മൊത്തത്തിൽ വലിയ മുന്നേറ്റം നൽകും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.